Hello everyone, welcome to another episode of On Cue with Parvati Sridevi. നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഇസ് ദാറ്റ് യു വോണ്ട് ടു ലോഞ്ച് ഇൻ ടു ദ മാർക്കറ്റ്, പക്ഷെ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് കൺഫ്യൂസ്ഡ് ആണോ? Then there is someone here today with me who will tell you more about these things. We have a young entrepreneur, the founder and CEO of NextGenic Solutions, Sajan. Hello Sajan and welcome to the show. Hello. അപ്പോൾ നമുക്കൊരു ജേർണിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Yeah. ഇപ്പം NextGenic Solutions എന്താണ്? വാട്ട്സ് യുവർ സ്റ്റോറി? വെയർ ഡിഡ് യു സ്റ്റാർട്ട്? So NextGenic Design Solutions is a design studio. So we started in 2021. അപ്പോൾ എനിക്ക് ഡിസൈൻ എടുത്ത് നല്ലൊരു പാഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഡ്യൂറിങ് മൈ അക്കാഡമിക് ടൈം ഞാൻ ഡിസൈൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു ആഫ്റ്റർ മൈ MBA. സോ അപ്പോൾ ഡിസൈൻ എടുത്തൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഒരു ഡിസൈൻ സ്റ്റുഡിയോ, ഒരു ഡിസൈൻ ഡ്രിവൺ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൊരു ഇൻട്രസ്റ്റ് വന്നത്. അങ്ങനെയാണ് നെക്സ്റ്റ്ജെനിക്സ് സ്റ്റാർട്ട് ചെയ്തത് 2021 റൈറ്റ് ആഫ്റ്റർ കോവിഡ്. Because COVID was a good opportunity because there was a lot of digital transformation happening after COVID. Post-COVID, കുറേ ഇൻഡസ്ട്രി ട്രെൻഡൊക്കെ ചേഞ്ച് ആയി. So NextGenic was the best time to launch that time. So that was a story to start NextGenic. So yeah, that's the journey, something that you are interested in and you wanted to pursue it, അല്ലേ? Yes, ഒരു passion turned into business. That is NextGenic actually. All right. അപ്പോൾ ഫസ്റ്റ് ടൈം NextGenic Solutionsനെ കുറിച്ച് കേൾക്കുന്ന ഒരാൾക്കടുത്ത് what will you say? Like these are the things that we specialize in. These are what we are best at. എന്തൊക്കെ പറയും? So actually we are a design driven company. So basically what we create is actually we are into primarily product design and development. So any startup or founder or enterprise looking for a digital product support, especially design because user interface UI/UX design is a very key component in product design, or maybe a product design or product development. So we specialize on product design, product development, and also product marketing. So basically we act as an end-to-end solution company to provide right from the concept, design, development, and delivery. Then we support them in the marketing. That is called performance marketing. അപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് മാർക്കറ്റിലോട്ട് എത്തിക്കാനും അതിനെ മാർക്കറ്റ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ ചെയ്യാനും നെക്സ്റ്റ്ജെനിക്സിന് പറ്റും. സോ ദാറ്റ് ഈസ് അവർ കോർ ഓഫറിംഗ്. സോ സാജൻ, നമുക്കറിയാം പല സ്റ്റാർട്ടപ്സും ബിഗിൻ ചെയ്യുന്ന സ്റ്റേജിൽ ദേ വുഡ് ബി കൺഫ്യൂസ് വിത്ത് ഹൗ ടു സ്റ്റാർട്ട്, വെയർ ടു സ്റ്റാർട്ട്. സോ ഹൗ ഡു യു ഹെൽപ്പ് ദം വിത്ത് ഫിഗറിംഗ് ഔട്ട് ദ MVP? സോ മെയിൻലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സ്റ്റാർട്ടപ്സിനെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓവർ ബിൽഡിങ് ഒരു പ്രോബ്ലമാണ് മിക്ക സ്റ്റാർട്ടപ്സും ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം പെട്ടെന്ന് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബേസിക് തിങ് വിച്ച് എവരി ഫൗണ്ടർ has to focus. So we provide MEP solutions which is faster to deploy in the market actually. കാരണം നമ്മൾ മാർക്കറ്റിൽ അത് ഡിപ്ലോയ് ചെയ്തിട്ട് വാലിഡേറ്റ് ചെയ്തിട്ട് മാർക്കറ്റിൻ്റെ റെസ്പോണ്ട് അനുസരിച്ച് വേണം നമ്മൾ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അങ്ങോട്ട് നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യാൻ. സോ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹെൽപ്പ് സ്റ്റാർട്ടപ്സ് ടു ലോഞ്ച് ദ MVP in less than 100 days. That is what we do actually. So any founder or a product owner come with a startup idea or a product idea, നമ്മളത് വാലിഡേറ്റ് ചെയ്യും ആദ്യം. അങ്ങനത്തെ ലൈക്ക് ഫോർ എക്സാമ്പിൾ വി ഡു അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ടോ, ഓക്കെ, അത് ബേസിക്കലി വി ആർ ചെക്കിങ് ദ കോമ്പറ്റീറ്റേഴ്സ്. അത് ചെക്ക് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് കോമ്പറ്റീറ്റർ ഓക്കെ സിമിലർ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ, സോ വാട്ട് ഈസ് ദിസ് പ്രൊഡക്റ്റ് യുണീക്ക്. പിന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്. That is the one thing which we mainly validate. അപ്പോൾ ഇത് വാലിഡേറ്റ് ചെയ്തിട്ട് ആക്ച്വലി വി ബിൽഡ് ദ MVP. അത് മെയിൻലി നമ്മൾ പിന്നെ ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ് ബിൽഡ് ചെയ്യുന്നത്. കറൻ്റ്ലി വി ആർ ഡൂയിങ് വെബ് സൊല്യൂഷൻസ് ആക്ച്വലി. ഇപ്പം നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പം ഹാർഡ്വെയർ പ്രൊഡക്റ്റും ഉണ്ട്, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റും ഉണ്ട്. ഓൾസോ എ കോമ്പിനേഷൻ ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പം നമ്മളിപ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ്, നമ്മൾ MVPs ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്റ്റാർട്ടപ്പിന് ഒരുപാട് സമയം ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ കാശ് സ്പെൻഡ് ചെയ്യേണ്ട. വി ക്യാൻ ഡൂ ദിസ് വാലിഡേഷൻ വിത്തിൻ 100 days. സോ ദാറ്റ് ഈസ് അവർ കോർ USP. ഞങ്ങൾ ഇതൊരു 2 years ഞങ്ങൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. വി ഹാവ് വർക്ക് വിത്ത് കപ്പിൾ ഓഫ് സ്റ്റാർട്ടപ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് അക്രോസ് ദ ഗ്ലോബ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ മാർക്കറ്റ്, അതർ ഏഷ്യൻ മാർക്കറ്റ്, ഓൾസോ ദ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ്. ഇവിടെയൊക്കെ ഞങ്ങളിത് ടെസ്റ്റ് ചെയ്ത് വാലിഡേറ്റ് ആയിട്ടാണ് ആക്ച്വലി വി സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ദിസ് MVP design and development actually. And so far we have received a good response from the clients across the globe. So that's the core importance of this MVP which we are offering.
റൈറ്റ് ഈ 100 days എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഷോർട്ട് സ്പാൻ അല്ലേ, അപ്പോൾ അതെങ്ങനെ ഹൗ ക്യാൻ യു റൺ വിത്ത് ഇൻ ദാറ്റ്? സോ ബേസിക്കലി ഇപ്പം നമ്മൾ 100 days ആക്കിയതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിക്ക ഡെവലപ്മെൻറ്റ് ഡിസൈൻ സ്പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ AI ഡ്രിവൺ ആണ് ആക്ച്വലി. ഇപ്പോൾ ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ ഒരുപാട് AI ഡിസൈൻ ടൂൾസും AI സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അപ്പോൾ എത്രയും പെട്ടെന്നൊരു പ്രോഡക്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിച്ചില്ലെങ്കിൽ ഇറ്റ് വിൽ ബി സമ്മൺസ് എൽസ് ഐഡിയ. സോ 100 days ഈസ് എ മൈൽ സ്റ്റോൺ വിച്ച് വി ക്യാൻ അച്ചീവ് ത്രൂ ഹെൽപ്പ് ഓഫ് AI സൊല്യൂഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഐഡിയേഷൻ, മാർക്കറ്റ് റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ഡിപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് AI ഹെൽപ്പ് എടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഡിസൈനിൽ നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് മാർക്കറ്റ് റിസർച്ചൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഹ്യൂമൻ സെൻട്രിക് ആണ്. ബട്ട് അഗെയിൻ AI ഈസ് ഹെൽപ്പിംഗ് എ ലോട്ട് ഇൻ ദാറ്റ് പ്രോസസ്. ഫോർ എക്സാമ്പിൾ കോമ്പറ്റേറ്റീവ് റിസർച്ച്, അവരുടെ പെയിൻ പോയിൻറ്റ്സ് ഓർ മേ ബി ഈ നമ്മളൊരു പ്രൊഡക്റ്റുമായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ AI ടൂൾസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ആക്ച്വലി. ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ്ലി ചെയ്തൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AI പവേർഡ് സോളാർ സൊല്യൂഷനാണ്. ദാറ്റ് സ്പെസിഫിക്കലി ഫോർ ദ ഓസ്ട്രേലിയൻ മാർക്കറ്റ് ആക്ച്വലി. അപ്പോൾ അത് ഓൾറെഡി അവിടെ ഒരു മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ബട്ട് ദാറ്റ് പ്രൊഡക്റ്റ് ഹാസ് സം ലിമിറ്റേഷൻസ്. സോ അതാണ് ആ ഫൗണ്ടർ എക്സ്പ്ലോർ ചെയ്തത്, ഹൗ ദാറ്റ് പ്രോബ്ലം ക്യാൻ ബി അഡ്രസ്ഡ്. അതൊരു AI സൊല്യൂഷനായിട്ട് പുള്ളി ലോഞ്ച് ചെയ്തു ഒരു പ്രൊഡക്റ്റായിട്ട്. ദാറ്റ് വാസ് വൺ ഓഫ് ദ റീസെൻറ്റ് പ്രൊജക്ട്സ് വി ഡിഡ്. And also you look at the market and you study the market a lot അല്ലേ. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് ടൈം ഒരു സ്റ്റാർട്ടപ്പിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് കോമൺലി അവർ ചെയ്യാറുള്ള അല്ലെങ്കിൽ മേക്ക് ചെയ്യാറുള്ള മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്നാണ് യുവർ ഒബ്സർവേഷൻ? മെയിനായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓവർ ബിൽഡിംഗ് ആണ് ആക്ച്വലി. കാരണം ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആ പ്രൊഡക്റ്റ് എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ ചിലപ്പം ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓണേഴ്സ് ചെയ്യുന്നൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓവർ ബിൽഡ് ചെയ്യും. നമുക്ക് മാർക്കറ്റിൽ വേണ്ട ഫീച്ചേഴ്സ് മാത്രം ബിൽഡ് ചെയ്താൽ മതി. നമ്മൾ ബേസിക്കലി കസ്റ്റമർ ഡിമാൻഡ് എന്താണോ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഇറ്റ്. മാർക്കറ്റിൽ അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. ചില സമയത്ത് ഓവർ ബിൽഡിങ് ആക്ച്വലി ഒരു വലിയൊരു ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കായിട്ട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് ചെയ്യാറുണ്ട്. ഓർ മേ ബി ഓക്കെ ദാറ്റ് എസ്പെഷ്യലി സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ്. അപ്പോൾ ഇത് നമുക്കൊരു MVP വഴി നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളൊരു എസ്പെഷ്യലി ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ലൈഫ് ടൈം ഈസ് പ്രിറ്റി ഹൈ കമ്പയർഡ് ടു എ സർവീസ് കമ്പനി ഓർ അതർ തിങ്. നമ്മൾ പ്രൊഡക്റ്റ് ഡ്രിവൺ കമ്പനി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡ്രിവൺ ബിസിനസ്സിലോട്ട് വരുമ്പോൾ ആ സൈക്കിള് ലോങ് ആണ് ബേസിക്കലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത OTT പ്ലാറ്റ്ഫോമിൻ്റെ ഒരു സൈക്കിള് ഇറ്റ്സ് എ ലോങ് ടേം അല്ലേ. അതിൻ്റെ റവന്യൂ ഒക്കെ വരുന്നത് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. സോ അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്നൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ വാലിഡേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് അവിടെ നിന്ന് അത് ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ മാർക്കറ്റിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഒരു കസ്റ്റമർ ഫീഡ്ബാക്ക്, പിന്നെ ഇൻഡസ്ട്രി ചേഞ്ചസ് അല്ലെ മാർക്കറ്റ് ചേഞ്ചസ് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓവർ ബിൽഡിംഗ് ഈസ് ആക്ച്വലി ദ മേജർ മിസ്റ്റേക്ക് മോസ്റ്റ്ലി ഓൾ സ്റ്റാർട്ടപ്പ് founders do, especially who are getting into products actually. അപ്പോൾ ലീസ് ടൈമിൽ മാക്സിമം വയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആദ്യം ഇറക്കുക, മിനിമം വയബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആദ്യം ഇറക്കുക, കോമ്പറ്റീഷനെ കില്ല് അതിന് ശേഷം ബിൽഡ് മോർ ഇഫ് യു നീഡ് എന്നുള്ള ഒരു. യെസ് ദാറ്റ് ഇസ് എക്സാക്ട്ലി. ബിക്കോസ് ഇപ്പം നമുക്ക് ഈ പ്രൊഡക്റ്റ് ആണല്ലോ പിന്നെ റവന്യൂ മോഡൽ. നമ്മുടെ പ്രൊഡക്റ്റ് ഡ്രിവൺ ആകുമ്പോൾ പ്രൊഡക്റ്റിൽ നിന്നാണ് റവന്യൂ വരാനുള്ളത് ഇൻ ഫ്യൂച്ചർ. സോ എത്രയും പെട്ടെന്ന് പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുക. സോ ബേസിക്കലി ഇപ്പം മോസ്റ്റ്ലി ഇൻ ദ കേസ് ഓഫ് ഇപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫണ്ടിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഗവൺമെൻറ് ഗ്രാൻറ്റ്സ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഡ്രിവൺ ബിസിനസ് ആക്ച്വലി നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ മേ ബി ബൂട്ട് സ്ട്രാപ്പ് മോഡ് ആക്ച്വലി. അപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either it will be funded by the company founder or maybe other source of thing, or maybe investor driven ആണെങ്കിൽ ഇവരെപ്പോഴും ഒരു പ്രൊഡക്റ്റ് നോക്കും, MVP നോക്കിയിട്ടാണ് ഒരു ഇൻവെസ്റ്റർ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓൾസോ മാർക്കറ്റ് പൊട്ടൻഷ്യൽ. ഓക്കെ, അതിൻ്റെ ഒരു മേ ബി ദേ ലുക്ക് അറ്റ് ദ ലോഞ്ച് ലൈക്ക് മാർക്കറ്റ് എന്തുവാണ് കേപ്പബിലിറ്റി ഇൻ ദ നെക്സ്റ്റ് 3 to 5 years. അത് ഹൗ ദ റവന്യൂ മോഡൽ എങ്ങനെയാണ് റവന്യൂ അച്ചീവ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ ഒരു MVP മോഡലിൽ ചെയ്യുവാണെങ്കിൽ ദിസ് വിൽ ഹെൽപ്പ് ദ ഫൗണ്ടേഴ്സ് ടു കട്ട് ഡൗൺ ദ കോസ്റ്റ് എ ലോട്ട്. അവർക്ക് ഒരുപാട് ടൈമും മണിയും സേവ് ചെയ്യാൻ പറ്റും ആക്ച്വലി. കാരണം നമുക്ക് MVP ആകുമ്പോൾ നമുക്ക് ആക്ച്വലി എല്ലാ കോൺസെപ്റ്റും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം, നമുക്കത് വാലിഡേറ്റ് ചെയ്യാം, അത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നൊക്കെ നമുക്ക് അപ്പോൾ ഡിസൈഡ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ വൺ അഡ്വാൻറ്റേജ് ഓഫ് ബിൽഡിംഗ് എൻ MVP ഫസ്റ്റ്, especially in the case of building a digital product. Right. Launch time എന്തൊക്കെ ആവശ്യമുണ്ടോ അത് മാത്രം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. കോസ്റ്റ് കട്ട് ചെയ്യാം, എഫേർട്ടും കട്ട് ചെയ്യാം അല്ലേ at an early stage. Yes.
പിന്നെ ഒരു ഫാക്ടർ കൂടെ ഉണ്ട്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്തു. അപ്പം നമ്മൾ ഇനി ഒരു മേജർ ഫാക്ടറാണ് ഇത് മാർക്കറ്റിലോട്ട് എത്തിക്കുക. നമ്മൾ GTM എന്ന് പറയും, ഗോ ടു മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിട്ട് വേണം ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ആവാൻ. അപ്പം നമ്മൾ അപ്പോൾ GTM സ്റ്റേജിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് പ്രൈസിങ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, നമ്മൾ കസ്റ്റമർ ടാർഗറ്റ് ഓഡിയൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇതും ഒരു MVP ആയിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇവർക്കത് പെട്ടെന്ന് മാർക്കറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഓറൽസ് ആക്ച്വലി അതിൻ്റെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതും MVP നമുക്ക് ഫസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പറ്റും. ബിക്കോസ് മേ ബി ഇപ്പം നമ്മളൊരു കോമ്പീറ്റ് ചെയ്യുന്നൊരു ഗ്ലോബൽ മാർക്കറ്റിലാണ്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെ വരണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ്. സോ അങ്ങനെ ഒരാളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് നമ്മുടെ ആക്ച്വലി അവർ പോസിബിലിറ്റി ഓഫ് ലോഞ്ചിങ് ഫസ്റ്റ് ഈസ് ലോസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചലഞ്ചസ് ആക്ച്വലി. So this can be solved while building an MVP first, then launching it to the market. That's a good major benefit. അതുപോലെ സാജൻ നമ്മൾ ഒത്തിരിയും ഹിയർ ചെയ്യുന്ന ഒരു കേസാണ് UI/UXൽ ഇപ്പോൾ ഇത്ര ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ വെൻ യു ലുക്ക് അറ്റ് എ പ്രോഡക്റ്റ് ആൻഡ് ദ ഫസ്റ്റ് ടൈം ലോഞ്ച് ഓഫ് ദ പ്രോഡക്റ്റ് ആൻഡ് സ്റ്റഫ്, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ് റിയലി? സോ ബേസിക്കലി ഇപ്പം നമുക്കൊരു പോസ്റ്റ് കോവിഡാണ് ഈ UI/UXൻ്റെ ഒരു മേജർ ബൂം വന്നത്. കാരണം നമ്മുടെ കംപ്ലീറ്റ്ലി അവർ ഓൺലൈൻ എക്സ്പീരിയൻസ് ചേഞ്ച്ഡ് ആക്ച്വലി. കാരണം ഒരു വലിയൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻഡ് ആഫ്റ്റർ പോസ്റ്റ് കോവിഡ്. സോ ഇപ്പം നമ്മുടെ ഏത് പ്രൊഡക്റ്റ് നോക്കിയാലും മതി, നമ്മളിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനോ വെബ് ആപ്ലിക്കേഷനോ നോക്കിക്കഴിഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസ് പ്ലേസ് എ കീ റോൾ. യൂസർ ഇൻ്റർഫേസ് ഓൾസോ യൂസർ എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ, അല്ലേ? നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ OTT പ്ലാറ്റ്ഫോംസ്, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് നെറ്റ്ഫ്ലിക്സ് ആണ്, ബിക്കോസ് അതിൻ്റെ UI ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. ബാക്കിയുള്ള OTT പ്ലാറ്റ്ഫോംസ് കുറേ ഉണ്ട്, ബട്ട് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് നെറ്റ്ഫ്ലിക്സ് ആയിരിക്കും. സോ സിമിലർലി വെൻ ഇറ്റ് കംസ് ടു ലൈക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ആപ്സ്, ഇപ്പോൾ ഉബർ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പ്രിഫറൻസ് ഈസ് ഓഫ് യൂസ് ആയിരിക്കും. സോ യൂസർ ഇൻ്റർഫേസ് ഹാസ് എ വെരി കീ റോൾ ഇൻ എ പ്രൊഡക്റ്റ് ഡിസൈൻ. ഇപ്പോൾ നമ്മളെ ഫസ്റ്റ് യൂസേഴ്സിന് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ യുവർ ഇൻ്റർഫേസ് ഡിസൈൻ ഓർ യുവർ പ്രൊഡക്റ്റ് എക്സ്പീരിയൻസ് ഹാസ് ടു ബി highly worth or actually highly friendly, user friendly. So that is the one major role of UI/UX. So what we found was ഇതിനൊരു ഹ്യൂജ് സ്കോപ്പ് ഉണ്ട് ആക്ച്വലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെൻ യു ലുക്ക് അറ്റ് ദ IT ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഓർ കേരള, നമുക്ക് കൂടുതലും ഡെവലപ്മെൻറ്റ് ഫോക്കസ്ഡ് ആണ് ആക്ച്വലി. നമ്മുടെ ഒരു ഇൻഡസ്ട്രി ബിൽഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി മെയിൻലി ബിക്കോസ് ഓഫ് അവർ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, ബിക്കോസ് കേരള ഈസ് നോൺ ഫോർ ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ. സോ പിന്നെ ഡിസൈൻ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഈസ് എ കംപ്ലീറ്റ്ലി ഇവോൾവിങ് thing, because നമ്മുടെ എവറി ഇയർ ഡിസൈൻ ട്രെൻഡ്സ് ചേഞ്ചസ്. ഇപ്പോൾ ഗൂഗിൾ വിൽ കം അപ്പ് വിത്ത് എ ഡിസൈൻ ചേഞ്ച്, Apple will come up with a design change actually. Every year these two മാർക്കറ്റ് ചേഞ്ചസ് ഒരുപാട് ഡിസൈൻ ട്രെൻഡ്സ് കൊണ്ടുവരും. അത് തന്നെയാണ് മോസ്റ്റ്ലി എല്ലാവരും ഫോളോ ചെയ്യുന്നത് വെൻ ഇറ്റ് കംസ് ടു ദ കോർപ്പറേറ്റ് ഓർ എൻ്റർപ്രൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു കോറായിട്ട് ഡിസൈൻ ഡ്രിവണായിട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ റിട്ടൻഷൻ. ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് യൂസർ ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ യൂസേഴ്സിന് റിട്ടേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. യൂസേഴ്സ് റിട്ടേൺ ചെയ്യാതെ മാത്രമേ ആ പ്രൊഡക്റ്റിലോട്ട് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരത്തുള്ളൂ. റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വന്നാൽ മാത്രമേ ആ ബിസിനസ് ഡ്രൈവ് ആവത്തുള്ളൂ, ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എ ഗുഡ് UI/UX ഡിസൈൻ ഈസ് ഈക്വൽ ടു ഗ്രോത്ത്. സോ ദാറ്റ് ഈസ് ദ കീ തിങ്. അപ്പം നമ്മൾ ഇത് എല്ലാ ഇതിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ UI/UX ഈസ് ആപ്ലിക്കബിൾ ഫോർ എ വെബ്സൈറ്റ്, ലാൻഡിംഗ് പേജ്, അതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആവാം, ഒരു വെബ് ആപ്ലിക്കേഷൻ ആവാം. ഇതൊക്കെ UI/UX ഡ്രിവൺ ആണ്. അപ്പം നമ്മുടെ ഒരു കോർ ഒരു ഫിലോസഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൻ ഫോക്കസ് ആയിട്ട് പോകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു അഡോപ്റ്റ് ടു ദ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് ഇപ്പോൾ പുതിയ ട്രെൻഡ്സ്, ഇപ്പോൾ 2026 ആണ്, ഈ 2026 ട്രെൻഡ് എന്താണ്, ഹൗ വി ക്യാൻ അഡാപ്റ്റ് ടു ദാറ്റ്. പിന്നെ ഞാൻ പേഴ്സണലി ഞാൻ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ടു ഐഡൻറ്റിഫൈ ടാലൻസ്, ന്യൂ ടാലൻസ്, എസ്പെഷ്യലി ഡിസൈനേഴ്സിന്, പാഷനേറ്റ് ആയിട്ട് ഡിസൈനേഴ്സിന്. കാരണം ഡിസൈനിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണം, അതുപോലെ തന്നെ നമുക്ക് ഡിസൈനിൽ പാഷനായിട്ടുള്ള ആൾക്കാർ വേണം. വി നീഡ് ന്യൂ ടാലൻസ്. അത് ഗ്ലോബൽ ടാലൻറ്റ് ആക്ച്വലി. സോ ഇൻ കേരള വി ഹാവ് എ ഹ്യൂജ് ഹ്യൂമൻ ടാലൻറ്റ്. അപ്പം എൻ്റെ ഒരു എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസൈൻ കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് കേരള. സോ ദാറ്റ് ഈസ് വൺ ഓഫ് അവർ ഫ്യൂച്ചർ ഗോൾ. ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്യുക. ഓൾറെഡി കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഡിസൈൻ ഡ്രിവൺ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ബട്ട് ആക്ച്വലി ഒരു UI/UX സ്ട്രോങ് കമ്മ്യൂണിറ്റി വരിക എന്നുള്ളതാണ്. ഓൾറെഡി ട്രിവാൻഡ്രത്ത് ദർ ഇസ് എ ഫിഗ്മ കമ്മ്യൂണിറ്റി,
ഫിഗ്മ ഈസ് വൺ ഓഫ് ദ പൈനിയർ ഇൻ ഡിസൈൻ ടൂൾസ് ആണ്. അതിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു കമ്മ്യൂണിറ്റീനെ ഞാൻ ബിൽഡ് ചെയ്യാന്നുള്ളതല്ല, അങ്ങനെ ഇൻ ജനറൽ ആ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് ജോബ് പൊട്ടൻഷ്യൽ ഒരു മാർക്കറ്റാണ്, ഒരു സെഗ്മെന്റ് ആണ് ആക്ച്വലി. സോ ദാറ്റ്സ് എ ഹോൾ ഐഡിയ. ഗ്ലോബലി ഓൾസോ ഈവൻ ട്രെൻഡ്സ് ഫോളോ ചെയ്യുന്നുള്ളത് മാത്രമല്ല, ടു ബ്രിങ് ഇൻ സ്റ്റഫ് ദാറ്റ് വിൽ മേക്ക് ദ പീപ്പിൾ കംഫർട്ടബിൾ യൂസിങ് ഇറ്റ്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഫ് യു ലുക്ക് അറ്റ് ദ ഡിഫറൻസ്, ഇപ്പോൾ UI UX ഈസ് എ ഗ്ലോബൽ ടേം. ഇപ്പം നമ്മുടെ ഗ്രാഫിക് ഡിസൈൻ പോലല്ല. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ കുറച്ചും കൂടെ നമ്മുടെ മാർക്കറ്റ് സെൻട്രിക് ആണ്. നമ്മളിപ്പോൾ കേരളയിലാണെങ്കിൽ കേരള സെൻട്രിക് ആയിട്ടുള്ള സ്റ്റൈലിലാണ് നമ്മൾ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇറ്റ് കംസ് ടു അഡ്വർടൈസ്മെന്റ് ഓർ ബ്രാൻഡിങ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു UI UX, യു ആർ ബിൽഡിംഗ് എ ഗ്ലോബൽ പ്രൊഡക്റ്റ് or a product which is going to serve global audience across the globe. So it is a global phenomena. അപ്പോൾ നമ്മൾ ടാലൻസ് ബിൽഡ് ചെയ്യുമ്പോഴും അവർക്കൊരു ഇൻ്റർനാഷണൽ എക്സ്പോഷർ കിട്ടും. അപ്പം ഞാനിപ്പോൾ എൻ്റെ ടീമിന് ഓഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയാണ്. ദേ ആർ ഗെറ്റിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി വർക്ക് വിത്ത് ലോട്ട് ഓഫ് ക്ലയൻറ്റ്സ് അക്രോസ് ദ ഗ്ലോബ്. ഇപ്പം നമ്മൾ ഒരു എൻ്റർപ്രൈസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സെഗ്മെൻറ്റ് മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, ആ ഒരു പ്രൊഡക്റ്റിൽ മാത്രമേ. ബട്ട് വി ഓഫർ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് മാർക്കറ്റ്സ്, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ടൈപ്സ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ഓഫറിങ് ടു ദ ടാലൻറ്റ് ഓർ ദ ടീം ഓർ ഹൂവർ ഈസ് കമ്മിങ് ഓൺ ബോർഡ് ടു ദ കമ്പനി. ദാറ്റ്സ് എ തിങ്. Got it. Not just for your firm, you're just like want to give back to the system as well. For example, ഇപ്പോൾ നമുക്കൊരു നല്ല ഡിസൈൻ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് കേരള, ഇറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് എവരി വൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് കമ്പനീസ് ഉണ്ട് ആക്ച്വലി. ഐ ആം നോട്ട് നെയിമിങ്, ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് പ്രൊഡക്റ്റ് കമ്പനീസ്. ഈ പ്രൊഡക്റ്റ് കമ്പനീസിനൊക്കെ എല്ലാവർക്കും പ്രൊഡക്റ്റ് ഡിസൈനേഴ്സിനെ വേണം, അല്ലെങ്കിൽ സോ ദാറ്റ് ഈസ് എ ഓപ്പർച്യൂണിറ്റി. സോ ഇഫ് ദിസ് കമ്മ്യൂണിറ്റി ഈസ് ബിക്കമിങ് സ്ട്രോങ്, ഇറ്റ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം ഇഫ് യു ലുക്ക് അറ്റ് അതർ മെട്രോ സിറ്റീസ് ലൈക്ക് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഇവിടെയൊക്കെ നല്ല സ്ട്രോങ് ഡിസൈൻ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ആക്ച്വലി, ബാക്ക്ഡ് ബൈ എ ഗുഡ് ഡിസൈൻ അക്കാഡമീസും ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് Chennai, there is an academy called Lollipop Academy. They are one of the big design academy in India. സോ അവർ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റീസിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദേ ആർ അലുമിനി, അങ്ങനെ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഓൾസോ, ആൻഡ് ഹിയർ ഓൾസോ ഇൻ കേരള ദർ ആർ ലോട്ട് ഓഫ് ഡിസൈൻ അക്കാഡമീസ് കമ്മിങ്. സോ സ്ലോലി ദാറ്റ് കമ്മ്യൂണിറ്റി ഈസ് ഗെറ്റിംഗ് ബിൽഡ് ആക്ച്വലി. ഇപ്പോൾ ഇവരൊക്കെ ഒന്ന് യൂണിഫൈഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. ഇപ്പം നമ്മുടെ ഒരു കേരള IT എക്കോസിസ്റ്റം, നോട്ട് ഓൺലി കേരള IT എക്കോസിസ്റ്റം, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ all industry. If you look at healthcare or maybe tourism, idakka basis design is a core component here actually. So that is the opportunity we have in Kerala. So Sajan, I also hear കേരളത്തിലെ ആദ്യത്തെ Webflow certified കമ്പനിയാണ്, ഏജൻസിയാണ് NetGenix അല്ലേ? Yes. So yeah, what does that mean to your clients? So basically Webflow is a very new CMS platform. ഇപ്പം നമുക്ക് ഇപ്പോൾ കൺവെൻഷനൽ ആയിട്ടുള്ള CMS പ്ലാറ്റ്ഫോം നമുക്ക് ഇവിടെ ഫാമിലിയർ ആയിട്ടുള്ളത് വേർഡ്പ്രസ് ആണ് ആക്ച്വലി. വേർഡ്പ്രസ്, ദ്രൂപാൽ, ഇതൊക്കെ ഒരു കൺവെൻഷനൽ CMS പ്ലാറ്റ്ഫോംസ് ആണ്. നമുക്ക് അത് കഴിഞ്ഞിട്ട് now the one of the popular CMS is Webflow. Okay, so which is very popular in the across the globe. Like for example, it's from US. അത് US-ലാണ് അത് ഫസ്റ്റ് ലോഞ്ച് ആയത്. Webflow was launched in US, and it's one of the most emerging CMS technology right now we have actually. ഇപ്പം completely cloud driven ആണ്. It's one of the most advanced CMS we have. So അതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് ടു ബിക്കം എ സർട്ടിഫൈഡ് പാർട്ട്ണർ ഓർ എ സർട്ടിഫൈഡ് ഏജൻസി. സോ ദർ ഇസ് കപ്പിൾ ഓഫ് പാരാമീറ്റേഴ്സ് ലൈക്ക് ഇത്രയും പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഇത്രയും ഡിസൈൻ സ്റ്റാൻഡേർഡ്സ്, ഇത്രയും കോഡിംഗ് സ്റ്റാൻഡേർഡ്സ്, അതൊക്കെ ഡെവലപ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ അതിൽ എൻഷുർ ചെയ്യണം. സോ ദിസ് മീൻസ് ആക്ച്വലി ബീങ് എ സർട്ടിഫൈഡ് ഏജൻസി മീൻസ് ആക്ച്വലി വി ആർ ആക്ച്വലി ഡെലിവറിങ് എ പ്രോഡക്റ്റ് ഇൻ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ നമ്മൾ ഈ മെയിൻലി Webflow കറൻ്റ്ലി നമ്മുടെ ക്ലയൻറ്റ്സ് ഉള്ളത് മെയിൻലി US എന്നാണ്. അപ്പോൾ US-ൽ വൺ ഓഫ് ദ Webflow ഈസ് വെരി പോപ്പുലർ ആക്ച്വലി. ഇപ്പം Webflowയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൺവെൻഷനൽ CMS, അതായത് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൽ നമുക്കൊരു ഡെവലപ്പറിൻ്റെ ഹെൽപ്പ് വേണം. വെബ്സൈറ്റ്സ് എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമ്മളെപ്പോഴും ഒരു ഡെവലപ്പറിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇത് ബേസിക്കലി ഒരു ബേസിക് സിസ്റ്റം നോളേജ് അല്ലെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് എൻഡ് നോളേജ് ഉള്ള ഒരാൾക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ട് അപ്ഡേറ്റ്സ് ചെയ്യാൻ പറ്റും. അതാണ് Webflowയുടെ ഒരു അഡ്വാൻറ്റേജ്. ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് വെരി പോപ്പുലർ ഇൻ ഇന്ത്യ ഓൾസോ. ദർ ആർ ഇപ്പം ഒരുപാട് സർട്ടിഫൈഡ് പാർട്ട്നേഴ്സ് ഇന്ത്യയിലുണ്ട് ആക്ച്വലി. നമ്മളിതൊരു 3 years മുന്നേ 2023 വി ബിക്കം ദ സർട്ടിഫൈഡ് പാർട്ട്ണർ. ഒരു 3 year മുന്നേ നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വി സ്റ്റിൽ കണ്ടിന്യൂയിങ് ദാറ്റ് ആക്ച്വലി. And we are very happy to become the first certified agency from Kerala. So that അങ്ങനെ ഒരു early more advantage നമുക്ക്
കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് നൗ വി ഹാവ് എ ഗുഡ് പാർട്ട്നേഴ്സ് ഫ്രം ഇന്ത്യ. There are a lot of companies associating with us for this Webflow development service actually. So that is one thing we are offering. Also ഇത് ഒരു കമ്പനി ഒരു സ്റ്റാർട്ടപ്പിന് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് പെട്ടെന്ന് നമുക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് AI പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ക്ലൗഡ് ഡ്രിവൺ. അപ്പം നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് സൈക്കിൾ ഫാസ്റ്ററാണ്. സോ യു ക്യാൻ ഡിപ്ലോയ് എ വെബ്സൈറ്റ് in much faster compared to a conventional CMS. അതാണ് വെബ്ഫ്ലോയുടെ ഒരു അഡ്വാൻറ്റേജ് ആക്ച്വലി. മേ ബി ആഫ്റ്റർ ഒരു 3-4 years വെബ്ഫ്ലോ വിൽ ബി വൺ ഓഫ് ദ ടോപ്പ് CMS സൊല്യൂഷൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഇതിലോട്ട് അഡാപ്റ്റ് ആവുന്നുണ്ട് ആക്ച്വലി, ബിക്കോസ് ഇറ്റ്സ് സെക്യൂർ, ഫാസ്റ്റ്, ഡിപ്ലോയ്മെൻറ്റ് ഈസിയാണ്, ഈസി ടു മാനേജ്, ലോ മെയിൻ്റെനൻസ് കോസ്റ്റ്. സോ ദീസ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് വെബ്ഫ്ലോ. Yeah. Right. And you identified it earlier on our stage and you became the first in Kerala to adopt so it. when we started in 2021 നമ്മൾ കൺവെൻഷണൽ CMSs തന്നെയായിരുന്നു നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി. ആ സമയത്ത് നമുക്ക് ഒരു ട്രാൻസിഷൻ ടൈം ആയിരുന്നു ആക്ച്വലി. കാരണം ആ ഒരു സമയത്തായിരുന്നു ഒരു AI നമുക്ക് കൂടുതലൊരു AI റെവല്യൂഷൻ വാസ് ഹാപ്പനിങ്. സോ ദർ വർ ഇപ്പം ഫ്രെയിമർ, അങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജി ചേഞ്ചസ് വന്നു. അപ്പം നമ്മൾ ഒരു 2023 തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ പറഞ്ഞ വെബ്ഫ്ലോ ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ്. ബട്ട് ദർ ആർ അതർ സൊല്യൂഷൻസ് ഓൾസോ വിച്ച് ഈസ് ഈക്വലി കമ്മിങ് അപ്പ് ആക്ച്വലി. ഇപ്പോൾ വിക്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അവരാണ് ഫസ്റ്റ് ഒരു നോ കോഡ് CMS കൊണ്ടുവന്നത് ആക്ച്വലി. അപ്പോൾ വിക്സ് വാസ് പോപ്പുലർ, ബട്ട് ദിസ് വാസ് ലോഞ്ച്ഡ് ഇൻ ഡ്യൂറിങ് ദ ടൈം. അപ്പോൾ നമുക്കത് എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ ദാറ്റ് വാസ് ദ എയർലി മോർ അഡ്വാൻറ്റേജ് വിച്ച് ഗോട്ട് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലയൻറ്റ് ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ നൗ ഗുഡ് amount ഓഫ് അവർ റവന്യൂ കംസ് ഫ്രം വെബ്ഫ്ലോ ഡെവലപ്മെൻറ്റ് സർവീസസ്. So being an early mover advantage ഉണ്ട്. Also people are identifying us actually. നമുക്ക് we are getting a lot of inbound leads through online as Webflow certified partner. അങ്ങനെ അഡ്വാൻറ്റേജ്. പിന്നെ സ്പെസിഫിക്കലി ഇപ്പോൾ എൻ്റർപ്രൈസ് ക്ലയൻറ്റ്സ് നോക്കുമ്പോൾ അവർ സർട്ടിഫൈഡ് പാർട്ണറാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ദേ വിൽ ഗെറ്റ് എ ഗുഡ് ഔട്ട്പുട്ട്. ഓൾസോ the quality of product will be much higher. Standards follow quality standard, because Webflow certified partners has to follow certain guidelines, code standard, പിന്നെ design quality, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. So that we have to ensure that. So that is one good advantage actually. And also the client will get all the partner benefits. ഇപ്പം ഇതിൽ നമുക്ക് Webflow ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും ആഡ്-ഓൺസ് ഒക്കെ നമുക്ക് ക്ലയൻറ്റിന് ഓഫർ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ് ഓഫ് വർക്കിംഗ് വിത്ത് എ സർട്ടിഫൈഡ് പാർട്ട്ണർ. Yeah, that's great to know. Thanks. So Sajan, you mentioned products na build ചെയ്യുന്നതിൽ you help startups or founders. So once they are launched, how do you help them grow and scale? How's the process? So basically നമ്മളൊരു MVP ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ we have to launch it to the market actually. നമ്മൾ GTM എന്ന് പറയും, go to market actually. And there are n number of companies doing that in India. For launching in Indian market or any market, any part of the world actually. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സെഗ്മെൻറ്റ് ഫേസസ് ആക്ച്വലി അതിന് മാർക്കറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് മാർക്കറ്റ്. വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ, ICP എന്ന് പറയും. സോ ഇത് വി വിൽ ഡു ദ റിസർച്ച് ആക്ച്വലി. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ലോഞ്ചിങ് എൻ ഇ-കൊമേഴ്സ് ബ്രാൻഡ് in Kerala or in India. Okay, so let's take it India. അപ്പോൾ ഇ-കൊമേഴ്സ് ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് എടുക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റാണ് ആക്ച്വലി. അപ്പം നമ്മൾ അവിടെ വി ഹാവ് ടു സെഗ്മെൻറ്റൈസ്. അത് അവരുടെ ബൈയിങ് ബിഹേവിയർ എന്താണ്, അവരുടെ ഏജ് എന്താണ്, അവരുടെ ഇൻകം ലെവൽ എന്താണ് ഒക്കെ നമുക്ക് ഓൾ ഡെമോഗ്രാഫിക്സ് ആക്ച്വലി വി ഹാവ് ടു സ്റ്റഡി. നൗ വി ഹാവ് ടു കം അപ്പ് വിത്ത് സ്ട്രാറ്റജി. നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ അവിടെ പൊസിഷൻ ചെയ്യാം, ഓക്കെ, എവിടെ ടാർഗറ്റ് ചെയ്യാം, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ലൈക്ക് ഫോർ എക്സാമ്പിൾ അതിൻ്റെ കണ്ടന്റ് മാർക്കറ്റിംഗ് ആണോ. ഇപ്പോൾ വെൻ വി ലുക്ക് അറ്റ് ദ മാർക്കറ്റിംഗ് ആൻഡ് എസ്പെഷ്യലി വി സേ ദാറ്റ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏരിയ വരുമ്പോൾ സോ വി വിൽ ഐഡൻറ്റിഫൈ ദ ടാർഗറ്റ് ഓഡിയൻസ്, ടാർഗറ്റ് സെഗ്മെൻറ്റ്, ആൻഡ് വി വിൽ ഐഡൻറ്റിഫൈ ദ ചാനൽസ്. അത് ഏത് ചാനലിൽ കൂടെ ലോഞ്ച് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ദർ ആർ 2 സെഗ്മെൻറ്റ്സ്. ഇപ്പോൾ B2B ഉണ്ട്, B2C ഉണ്ട്, D2C ഉണ്ട്, ഡയറക്റ്റ് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ ഈ സെഗ്മെൻറ്റിൽ നമ്മൾ റൈറ്റ് ചാനൽ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ അത് സോഷ്യൽ മീഡിയ ആവാം, അത് പ്രിൻറ്റ് മീഡിയ ആവാം, അത് PR ആവാം, ഓർ ഇറ്റ് ക്യാൻ ബി മാസ് ഔട്ട്ഡോർ അഡ്വർടൈസ്മെൻറ്റ്. സോ ബട്ട് നൗ വി ഫോക്കസ് ഓൺ മോസ്റ്റ്ലി ഡിജിറ്റൽ സൊല്യൂഷൻസ്, ഡിജിറ്റൽ മീഡിയ. ഞങ്ങളപ്പോൾ ആ ചാനൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഞങ്ങൾ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങളത് ആ കസ്റ്റമറിലോട്ട് ഞങ്ങളത് എത്തിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ വിൽ പുഷ് ദ ക്യാമ്പയിൻസ്.
എന്നിട്ട് നമ്മൾ വി വിൽ മോണിറ്റർ ദ ക്യാമ്പയിൻ റെസ്പോൺസ്, അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണ്, അതിൻ്റെ ROI എങ്ങനെയാണ്, ഹൗ ദ മെട്രിക്സ് വർക്ക്സ്, നമ്മൾ അതിൻ്റെ ഒരു അനലിറ്റിക്സ് സ്റ്റഡി ചെയ്തിട്ട് സോ വിൽ ഹെൽപ്പ് ദ കസ്റ്റമേഴ്സ് ആക്ച്വലി. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇൻബൗണ്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം, ഔട്ട് ബൗണ്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യാം. സോ മോസ്റ്റ്ലി ഇൻബൗണ്ട് ലീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SEO അങ്ങനെയുള്ള പ്രോസസ്സ് വഴിയാണ്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് വഴിയാണ് നമ്മൾ ഇൻബൗണ്ട് ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്. വെൻ ഇറ്റ് കംസ് ടു ഔട്ട് ബൗണ്ട് ലീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർവതി ഒരു പുതിയ പ്രൊഡക്റ്റ് ഇ-കൊമേഴ്സ് ബ്രാൻഡ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ എസ്പെഷ്യലി ഫൗണ്ടറിനെ കുറിച്ച് അറിയണം, ഫൗണ്ടറിൻ്റെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയണം. അത് ഇറ്റ് ഹാസ് ടു റീച്ച് ദ ടാർഗറ്റ് ഓഡിയൻസ്. സോ ദാറ്റ് ഈസ് ഔട്ട് ബൗണ്ട് മാർക്കറ്റിംഗ്. സോ ദാറ്റ് വി ഡു ഫോർ ദ കമ്പനീസ്. ഇത് ഞങ്ങൾ ആക്ച്വലി പ്രൊഡക്റ്റിന് മാത്രമല്ല സർവീസ് കമ്പനീസും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആക്ച്വലി. എസ്പെഷ്യലി ഞങ്ങൾ വി ആർ വർക്കിംഗ് വിത്ത് കപ്പിൾ ഓഫ് IT കമ്പനീസ് അക്രോസ് ദ ഗ്ലോബ് ടു ഹെൽപ്പ് ദം വിത്ത് ദ പൊസിഷനിങ്. എസ്പെഷ്യലി ഇപ്പോൾ IT കമ്പനീസിന് സെയിൽസ് ഒരു ഫാക്ടറാണ്, ബട്ട് സെക്കൻഡ്ലി അനദർ തിങ് ഇസ് ദെയർ വിസിബിലിറ്റി. അത് ആസ് എ എംപ്ലോയർ, ഇപ്പോൾ ഒരു IT കമ്പനി ഒരു എംപ്ലോയർ ആണല്ലോ, അപ്പോൾ ദേ നീഡ് മോർ ടാലൻറ്റ്സ്, ദേ ഹാവ് ടു അട്രാക്ട് ടാലൻറ്റ്സ്. സോ അതിന് ഒരു കമ്പനിയുടെ വിസിബിലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി ഓൾസോ ഹെൽപ്പ് in that segment as well. We help IT companies to improve their branding, visibility, brand positioning, getting നമ്മളതിനൊരു ആ സെഗ്മെൻറ്റിന് പറയുന്ന എംപ്ലോയർ ബ്രാൻഡിങ് എന്നാണ്. എസ്പെഷ്യലി ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഹയറിങ്ങിനാണ്. ഇപ്പോൾ ലോട്ട് ഓഫ് കമ്പനീസ് ഡസ് ദാറ്റ്. അതൊരു പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. ബിക്കോസ് മോസ്റ്റ്ലി ഫോർ എനി കമ്പനി, എനി ഓർഗനൈസേഷൻ നീഡ് ഗുഡ് ടാലൻറ്റ്. അപ്പം നമ്മൾ ഇപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരു കൾച്ചർ എങ്ങനെയാണ്, എംപ്ലോയീസ് ചൂസ് വെയർ ടു വർക്ക്. അവർക്ക് ഒരു അങ്ങനെ, ബിക്കോസ് ഓൺലി പീപ്പിൾ ലുക്ക് ഫോർ കമ്പനീസ് വിത്ത് ഗുഡ് വർക്ക് കൾച്ചർ, ഗുഡ് ഗ്രോത്ത് എൻവയോൺമെൻറ്റ്, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ആ ടാർഗറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ടാർഗറ്റ് കാൻഡിഡേറ്റ് അടുത്ത് ഈ ഇൻഫർമേഷൻ എത്തിയാൽ മാത്രമേ ദേ വിൽ കം ടു അസ് ആക്ച്വലി. ഇപ്പം സോ ദാറ്റ് ഈസ് വൺ അഡ്വാൻറ്റേജ്. ഇപ്പോൾ നൗ വി ആർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ആക്ച്വലി ദ എംപ്ലോയി ക്യാൻ ചൂസ് ദ എംപ്ലോയർ. നമുക്ക് അങ്ങനെ ഒരു ഫ്രീഡം ഉണ്ട്. സോ ദേ വിൽ ലുക്ക് അറ്റ് ബെറ്റർ വർക്കിംഗ് atmosphere or growth opportunity എല്ലാം. So this is one factor actually which we are addressing, and we were fortunate to work with a lot of clients over the past 3-4 years. So you mentioned, Sajan, you've been in the industry since COVID in ഓരോ സമയത്താണ് you launched എന്ന് പറഞ്ഞു, and you have lot many clients, projects that you have worked on. അതിലേതെങ്കിലും particular one do you remember as, okay, this was something I have done which was like a path breaker or something? Do you have any stories of such? So basically I got a client in 2022. ഞാനൊരു എക്സ്പോക്ക് വിസിറ്റ് ചെയ്തപ്പോൾ I have met a client. So he's from US. അപ്പോൾ he was here on his holidays. So this event was happening in Calicut. അപ്പോൾ അതിൻ്റെ he happens to be Malayali, but he has a partner in US who is a US citizen. അപ്പോൾ they were launching a product, ഒരു MVP ലോഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. They were launching on UK market actually. ഒരു കംപ്ലീറ്റ്ലി AI driven സൊല്യൂഷനാണ് ആക്ച്വലി. So that we were actually right. So we met him at this event. I met him. Then we had a conversation further. So we were actually happy to associate him from the product concept time തൊട്ട് അതിൻ്റെ ഡെലിവറി വരെ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് ടേൺ ടു ബി എ ഗുഡ് അസോസിയേഷൻ. ഇറ്റ്സ് ലൈക്ക് ഫോർ ദ ലാസ്റ്റ് 3 years we are associating with that client, and the product is doing very well, and we are associating with them for the last 3 years. And the product, it's like it has got a huge response. അപ്പോൾ ആ പ്രൊഡക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് വന്നിട്ട് ഡെവലപ്പേഴ്സ് ആയിരുന്നു ആക്ച്വലി. ഇറ്റ് വാസ് എ AI tool which was helping the developers. അപ്പോൾ നമ്മൾ MVP ബിൽഡ് ചെയ്തു. അതൊരു ഏജൻറ്റിക് AI അല്ലെങ്കിൽ ജനറേറ്റീവ് AI റിലേറ്റഡ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. സോ ദാറ്റ് വാസ് എ ഗുഡ് അസോസിയേഷൻ. ഞാൻ പറഞ്ഞു ഒരു കംപ്ലീറ്റ്ലി out of surprise, got that client, had a small conversation, and that turned out to be one of our major client till date. So that was one of the best experience I had. അപ്പം അതിനുശേഷം ഞാൻ ഒരു ഇവൻറ്റും മിസ് ചെയ്യാറില്ല. ഓൾമോസ്റ്റ് എല്ലാ ഇവൻറ്റ്സും ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കും, ഇഫ് ഇറ്റ്സ് ഹാപ്പനിങ് വിത്തിൻ കേരള ഓർ വിത്തിൻ ഇന്ത്യ മോസ്റ്റ്ലി. അപ്പം അതിനുശേഷം എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഡെവലപ്പായി. അല്ലെങ്കിൽ നമുക്ക് ഇവൻറ്റ്സൊക്കെ നമുക്ക് ചിലപ്പം പോകണോ വേണ്ടയോ ഒരു ഡബിൾ മൈൻഡിലായിരിക്കും. ബട്ട് ആഫ്റ്റർ ദാറ്റ് എക്സ്പീരിയൻസ് ആക്ച്വലി എവറി ഓപ്പർച്യൂണിറ്റി lies in a simple conversation. You never know. We just don't know who we are going to meet. Yeah. So that was a completely surprise thing, but happened to be a good association so far, and still it's going pretty strong. Mm-hmm. Yeah. So that is one of the like interesting experience I had after starting Nexenix.
How you got him ആ ഒരു സ്റ്റേജ് തൊട്ട് തന്നെ ഇറ്റ്സ് ബീൻ an interesting journey. ഇൻട്രസ്റ്റിംഗ് തിങ്, യാ, ബിക്കോസ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയൊരു ഇവൻ്റാണ്, ആൻഡ് ദാറ്റ് ടു ഫ്രം കേരള. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് വി ഡോണ്ട് എക്സ്പെക്ട് ഇൻ്റർനാഷണൽ ബയ്യർ ലൈക്ക് ഓർ ഇൻ്റർനാഷണൽ ക്ലൈൻറ്റ് ആക്ച്വലി. സോ ബട്ട് ആ ഒരു കണക്ട് കിട്ടിയിട്ട്, ബട്ട് യാ, സോ ദാറ്റ് ഈസ് നമ്മൾ കേരളത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. സോ യു നെവർ നോ whom you are meeting in an event or anywhere, in a networking event, or like for example maybe അതൊരു കാഷ്വൽ മീറ്റിംഗ് ആവാം. So that is one good experience I have. All right. And off script, let me ask you something. So if you have to think about a challenging project that you took up, അപ്പോൾ നമുക്ക് അങ്ങനത്തെ കേസസ് ഓൾസോ ഇസ് വെരി ഡിയർ ടു അവർ ഹേർട്ട് അല്ലേ? നമ്മളൊരു ചലഞ്ചിങ് ആയ സിറ്റുവേഷനിൽ പോയി ബട്ട് വി ആർ ഏബിൾ ടു ക്യാച്ച് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എ സക്സസ്. അങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറീസ് ഉണ്ടോ? ചലഞ്ചിങ് പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ഹാവ് ബിൽഡ് എ AI പവേർഡ് സോളാർ മോണിറ്ററിംഗ് സിസ്റ്റം വിച്ച് ഇസ് ഫോർ ദ ഓസ്ട്രേലിയൻ മാർക്കറ്റ് ആക്ച്വലി. അപ്പോൾ അതിന് കുറേ ചലഞ്ചസ് ഉണ്ട് ആക്ച്വലി, ബിക്കോസ് ഈ നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സോളാർ അല്ലെങ്കിൽ സോളാർ ആക്ച്വലി നമ്മൾ റെസിഡൻഷ്യലോ കൊമേഴ്ഷ്യലോ സോളാർ വെക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി ഇറ്റ്സ് ഡൺ മാനുവലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടെക്നീഷ്യൻ വന്നിട്ട് നമ്മുടെ റൂഫ് ടോപ്പ് എവിടെയാണോ നമ്മൾ വെക്കാൻ പോകുന്നത് അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് ആണ് നമുക്ക് അതിൻ്റെ എത്ര കപ്പാസിറ്റി, ഫോർ എക്സാമ്പിൾ എത്ര വാട്ട് it's a megawatt or something. There is a metric actually. Like kilowatt. It's kilowatt actually. Yeah. So ഇത്ര കിലോവാട്ട് കപ്പാസിറ്റി വേണമെന്ന് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ അത് ഡിസൈഡ് ചെയ്തത്. ബട്ട് വെൻ കംസ് ടു അതർ മാർക്കറ്റ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഓസ്ട്രേലിയ ചെയ്ത പ്രോജക്റ്റ് ഇറ്റ്സ് സ്പെസിഫിക്കലി ഫോർ ദ കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ബോത്ത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AI വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് റൂഫ് ടോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റൂഫ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് തന്നെ അതിൻ്റെ കോസ്റ്റ് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു സോളാറിൽ 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്ന് അതിൻ്റെ ബാറ്ററി, പിന്നെ അതിൻ്റെ ഒരു ഇൻവെർട്ടർ, പിന്നെ അതിൻ്റെ സോളാർ പാനൽ. അപ്പം കസ്റ്റമറിന് ചൂസ് ചെയ്യാം ഏത് വേണമെന്ന് ആക്ച്വലി. പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി AI തന്നെ ഡിഫൈൻ ചെയ്യും. So that was one of a challenging project actually, because ഇതിൽ multiple factors ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗൂഗിൾ മാപ്പ് API ഉണ്ട്, പിന്നെ there are some third party സോളാർ APIs ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൽ വർക്ക് ചെയ്താൽ മാത്രമേ പിന്നെ നമുക്ക് ഇതിൻ്റെ റൈറ്റ് ഔട്ട്പുട്ട് എടുത്തുള്ളൂ. ഇനി അനദർ ചലഞ്ച് വാസ് ആക്ച്വലി ഇതിൻ്റെ റീഡിങ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഇതിൻ്റെ എഫിഷ്യൻസിയും കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ വൺസ് യു ഇൻസ്റ്റാൾ ദ സോളാർ സിസ്റ്റം ലൈക്ക് കൊമേഴ്ഷ്യലോ റെസിഡൻഷ്യലോ ആണെങ്കിൽ ഇറ്റ് വിൽ കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി. ഫോർ എക്സാമ്പിൾ എത്ര എനർജി സേവ് ചെയ്തു, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇഫ് ഫ്രം ദ ട്രഡീഷണൽ നമ്മുടെ ഒരു നോർമൽ ഇലക്ട്രിസിറ്റി കൺസപ്ഷനിൽ നിന്ന് ഇത് സോളാറിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എത്ര അതിൻ്റെ കൺസപ്ഷൻ ഹെൽപ്പ് ചെയ്തു എന്നുള്ളൊരു മോണിറ്ററിംഗ് സിസ്റ്റം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഹാർഡ്വെയർ സെൻട്രിക് ആൻഡ് IoT എനേബിൾഡ് ആയിട്ടുള്ള ഒരു ഇതാണ്, വിച്ച് ഇസ് ഡൺ ബൈ എ പാർട്ട്ണർ കമ്പനി. ബട്ട് അതിൻ്റെ ഇൻ്റഗ്രേഷൻ വാസ് ബിറ്റ് ചലഞ്ചിങ് ആക്ച്വലി. ആൻഡ് പിന്നെ ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സോളാർ നമ്മൾ സോളാറിൻ്റെ ഗൂഗിൾ മാപ്പ് APIയിൽ എല്ലാ ലൊക്കേഷൻസും ചിലപ്പോൾ അതിൽ വരണമെന്നില്ല. അപ്പോൾ സംടൈംസ് ആക്ച്വലി വി ഹാവ് ടു ഡു ദ മാനുവൽ കാൽക്കുലേഷൻ, റൂഫ് ടോപ്പിയുടെ മാനുവൽ കാൽക്കുലേഷൻ ചെയ്യണം. സോ ദാറ്റ് ഓൾസോ വാസ് എ ചലഞ്ച് ആക്ച്വലി ടു കാൽക്കുലേറ്റ് ദ മാനുവൽ തിങ്. മാനുവൽ എന്ന് വെച്ചാൽ മാനുവൽ റൂഫ് ടോപ്പ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ചലഞ്ചായിരുന്നു. സോ ദാറ്റ് വാസ് വൺ ഓഫ് ദ ചലഞ്ചിങ് പ്രോജക്റ്റ് ആക്ച്വലി വി ഹാവ് ഡൺ ഇൻ ദ റീസെൻറ്റ് ടൈം. ആൻഡ് സോ അതാണ് ഒരു ചലഞ്ചായിട്ട് നമുക്ക് തോന്നിയത്. ബട്ട് വി ഹാവ് ഫിഗർഡ് ഔട്ട്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിൻ്റെ ഫൗണ്ടർ വാസ് വെരി ഫ്രണ്ട്ലി. ലൈക്ക് ഹി വാസ് വെരി ഫ്രണ്ട്ലി, ഐഡൻറ്റിഫൈങ്, എക്സ്പ്ലോറിങ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, ഗീവിങ് മോർ ഇൻപുട്സ്, ആൻഡ് ഹീസ് എക്സ്പെർട്ട് ഫ്രം ദ സോളാർ ഇൻഡസ്ട്രി. അപ്പം നമ്മൾ അതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. സോ ദാറ്റ് വാസ് വൺ ചലഞ്ചിങ് പ്രൊജക്ട് വി took it up in the recent time. Okay, and you go to work with many other third-party APIs ഒക്കെ integrate ചെയ്യാന്ന് പറയുമ്പോൾ there could be a lot of challenges which you are able to. Yeah, so ഇതിൻ്റെ integration was a challenge actually. So ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫോർ എക്സാമ്പിൾ ഇതിലൊരു സബ് ലെയർ കൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇഫ് ഐ ആം എ കസ്റ്റമർ, എനിക്ക് അതിനകത്ത് പോയിട്ട് എൻ്റെ റൂഫ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് അവിടെ റിക്വസ്റ്റ് ചെയ്യാം. ഐ ക്യാൻ റിക്വസ്റ്റ് ഫോർ ഇൻസ്റ്റലേഷൻ. ഈ ഇൻസ്റ്റലേഷൻ ഒരു സപ്ലയറിന് പോകും. സപ്ലയറിന് പോയിട്ട് സപ്ലയറാണ് ഇതിൻ്റെ കോസ്റ്റ് ഫൈനലൈസ് ചെയ്തിട്ട് കസ്റ്റമറിന് ഈ കോട്ട് കൊടുക്കുന്നത് ആക്ച്വലി. സോ ദിസ് പ്രൊഡക്റ്റ് ഈസ് എ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം ആക്ട് എസ് എ പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ ദിസ് കസ്റ്റമർ ആൻഡ് ദ സപ്ലയർ. ഓക്കെ, ഇതിൻ്റെ ഇംപ്ലിമേഷൻ ചെയ്യുന്നത് ഒരു ട്രേഡർ, ഒരു സപ്ലയർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കമ്പനി. ദിസ് ഇസ് എ പ്ലാറ്റ്ഫോം.
സോ ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ ഉണ്ട്. കാരണം ഈ റിക്വയർമെൻറ്റ് അവിടെ പബ്ലിഷ് ചെയ്യണം, ഒരു സപ്ലയർ വന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് അവിടെ കൺഫേം ചെയ്യണം, ഈ കസ്റ്റമറിന് കോട്ട് പോകണം, കസ്റ്റമർ അത് കോസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ദെൻ ഇറ്റ് വിൽ ഹാപ്പൻ ഓഫ്ലൈൻ. പിന്നെ ഇൻസ്റ്റലേഷനാണ് ആക്ച്വലി. പിന്നെ അതിൻ്റെ വാറണ്ടി എവറിത്തിങ്, അതിൻ്റെ യൂസർ മാനുവൽ, ഓൾ ദാറ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് ആ പ്രൊഡക്റ്റിനകത്ത് തന്നെ ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺ ദ പ്ലാറ്റ്ഫോം. So ഈ ഒരു integration was a bit challenging actually. Yeah, so it took some time to bring all things together actually, because ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഓൾറെഡി ആ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു, ബട്ട് ടു ബ്രിങ് ഇൻ ദീസ് ഫീച്ചേഴ്സ് വി നീഡ് സം മോർ ടൈം. അത് നമുക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നു. വി ഹാവ് ടു സ്പീക്ക് ടു കപ്പിൾ ഓഫ് എക്സ്പേർട്സ് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ ഇത് വേറെ കുറേ കൺട്രീസിൽ ഇത് അവൈലബിൾ ആണ് ആക്ച്വലി. ഇപ്പോൾ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലെവൽ ഇത് ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആണ്. സോ വി ഹാവ് ടു ചെക്ക് വിത്ത് കപ്പിൾ ഓഫ് എക്സ്പേർട്സ് ഓൾസോ ടു ചെക്ക് ദ പോസിബിലിറ്റി, അതിൻ്റെ വാലിഡേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സോ വി ഡു ദാറ്റ് ആസ് വെൽ. ഇപ്പം നമുക്ക് when it comes to a specific segment, നമുക്ക് ചിലപ്പോൾ അവിടെ ഒരു ഡീപ്പ് എക്സ്പെർട്ടീസ് കാണത്തില്ല. സോ വി ഓൾവേസ് ടേക്ക് ഹെൽപ്പ് ഫ്രം എക്സ്പേർട്സ്, ഇൻഡസ്ട്രി എക്സ്പേർട്സ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു റൈറ്റ് സൊല്യൂഷൻസ് അവർ ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഹെൽപ്പായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ഇൻഡസ്ട്രി നോളജ് ഈസ് വെരി കീ വെൻ ഇറ്റ് കംസ് ടു എ പ്രൊഡക്റ്റ് എക്സിക്യൂഷൻ. സോ ദാറ്റ് വി ആർ ഡൂയിങ് ദാറ്റ്. ഒരു ഗുഡ് എക്സ്പീരിയൻസ്. അഗൈൻ ഈച്ച് പ്രൊജക്ട് ഈസ് എ ലേണിംഗ്. This one give you a lot much more than other projects. This one usually നമ്മൾ വെബ് സൊല്യൂഷൻസ്, ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആണ് കൂടുതലും ചെയ്യുന്നത്, വെബ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇതിലൊരു ഹാർഡ്വെയർ IoT ഇൻ്റഗ്രേഷനൊക്കെ വരുമ്പോൾ അത് കുറച്ചും കൂടെ ചലഞ്ചിങ് ആണ് ആക്ച്വലി. ബിക്കോസ് അതിൽ റിയൽ ടൈം ഒരുപാട് വാല്യൂസ് ഉണ്ട്, ദർ വിൽ ലോട്ട് ഓഫ് കാൽക്കുലേഷൻസ്, എവറിത്തിങ്. സോ അതൊക്കെ നമുക്കൊരു ചലഞ്ച് ആയിരുന്നു ആക്ച്വലി. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ലേണിംഗ് ആൻഡ് വി ആർ ഓൾസോ സീയിങ് എ ഗുഡ് പോസിബിലിറ്റി ഇൻ ദാറ്റ് ഡൊമൈൻ. അതായത് നമ്മളിപ്പം കൂടുതലും ഡിജിറ്റൽ സെഗ്മെൻറ്റോ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഈ ഒരു ഹാർഡ്വെയർ സെഗ്മെൻറ്റും ദർ ഇസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി for the MVP development and design, also on a large scale product development actually. So that we are exploring how we can tap that market actually. ഓക്കെ. അപ്പോൾ സാജൻ ഒത്തിരി പ്രോഡക്ട്സിനെ, ഡിജിറ്റൽ പ്രോഡക്ട്സിനെയൊക്കെ ലോഞ്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, ആ ഒരു മാർക്കറ്റ് കണ്ടിന്യൂസ്ലി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ പ്രോഡക്ട്സിൻ്റെ ഒരു ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഇപ്പം അപ്കമിങ് ആയിട്ടുള്ള ട്രെൻഡ്സ് എന്താണോ, ട്രെൻഡ്സ് ദാറ്റ് യു ഷുഡ് വാച്ച് ഔട്ട് ഫോർ? ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI വന്നതിന് ശേഷം ടു ലോഞ്ച് ഫാസ്റ്റർ, അതാണ് ഒരു മേജർ ട്രെൻഡ് ആക്ച്വലി. ഇപ്പോൾ ഇനി അങ്ങോട്ട് ഗോയിങ് ഫോർവേഡ് ആക്ച്വലി എവരിബഡി ഈസ് ലുക്കിംഗ് ഫോർ എ ഫാസ്റ്റർ ലോഞ്ച്. ദാറ്റ് ഈസ് ദ വൺ മേജർ ഷിഫ്റ്റ് ആക്ച്വലി. കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് AI ടൂൾസ് വന്നിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഡിസൈൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആക്ച്വലി അതിൻ്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടൈം ഹാസ് ഡ്രാസ്റ്റിക്കലി കം ഡൗൺ. ഇപ്പോൾ ലോഞ്ച് ഒരു പ്രൊഡക്റ്റ് ഫാസ്റ്റർ എന്നാണ് എല്ലാ AI പ്ലാറ്റ്ഫോംസും AI ടൂൾസും they are actually they are claiming, or that's what its market demands. So next is launch faster. So whoever can launch the best at an affordable or maybe at the best possible way, they will survive or they will sustain. So for that we have to adapt, or anybody who is coming in this segment has to adapt to the market condition. ഇപ്പം കസ്റ്റമേഴ്സ് ഓൾസോ ഡിമാൻഡ്, അവരെല്ലാം ദ കസ്റ്റമർ കംസ് വിത്ത് എ ഹൈ ഡിമാൻഡ്. ഓക്കെ, ഞങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ വേണം, ഇത്ര സമയത്തിന് വേണം എന്നുള്ളൊരു സെനാരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആക്ച്വലി. സോ the challenge is how we adapt to this industry change actually, especially AI revolution, AI adaptation ഒക്കെ നമ്മൾ എങ്ങനെ അതിലോട്ട് how best we fit into that actually, that's our survival actually. Again, competition. There are a lot of players in the industry who's doing that actually. So how best we can serve a customer, or how best we can identify a problem and we can offer a solution for the customer. ഇതായിരിക്കും ഇനി going forward actually the main thing we should focus, or everybody should focus. Okay, ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ആക്ച്വലി ഹാസ് എ ഹൈ ഡിമാൻഡ്. ഇപ്പം നമുക്ക് ബിക്കോസ് ദർ ആർ n number of options, so time frame people are not patient. Okay, in some cases, so we have to be much faster on our everyday things actually. അല്ലെങ്കിൽ നമ്മുടെ if you look at a normal ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിള് നമ്മൾ ഇപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാൽ there's a lot of change actually.
ഓരോ സെഗ്മെൻറ്റിലും AI ടൂൾസ് വെച്ചിട്ട് അത് ടൈം കട്ട് ഷോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ട്. സോ ഹൗ വെൽ വി അഡാപ്റ്റ് ടു ദി സിസ്റ്റം, ഹൗ വെൽ വി ആർ ആക്ച്വലി ഗെറ്റിംഗ് ഫെമിലിയർ വിത്ത് ദി സിസ്റ്റം, the possibility of survival is much higher. Otherwise actually we'll be beat by the competition, or maybe ഞാൻ പറഞ്ഞു നമ്മൾ ഇപ്പം നോക്കിയ ഫോൺ പറഞ്ഞ പോലെയാണ് നമ്മൾ, if you are not adapting on time, or if your change is a big factor. So if you are adapting to the market condition, okay, we will sustain. മമ്മൂട്ടി പറഞ്ഞ പോലെ മറ്റേ മാറ്റുകയും ചട്ടുകളെ അല്ലെങ്കിൽ നമ്മൾ തിരിച്ചിടുമെന്ന് പറഞ്ഞ അവസ്ഥയാണ്. Yeah, so that is the thing. Because നമ്മൾ as a company actually, if we ഇപ്പം നമ്മുടെ if you look at the advertising sector or marketing sector, it has evolved actually. നമ്മുടെ ട്രഡീഷണൽ അഡ്വർടൈസിങ് സിസ്റ്റംസ് ഒക്കെ മാറിക്കൊണ്ട് വരുവാണ്. സിമിലർലി IT അത് കുറച്ചും കൂടെ മച്ച് ഫാസ്റ്ററാണ്, ബിക്കോസ് IT ഈസ് കംപ്ലീറ്റ്ലി ഇവോൾവിങ് ബൈ എവറി ഡേ ആക്ച്വലി. ഇപ്പം ഓരോ ആഴ്ചയും ഓരോ പുതിയ അപ്ഡേറ്റ്സ് ആണ്. ഓരോ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ChatGPT ഓർ ക്ലൗഡി ഓർ എനി അതർ പ്ലാറ്റ്ഫോം കംസ് വിത്ത് എ ന്യൂ അപ്ഡേറ്റ്. അപ്പോൾ ഹൗ ഫാസ്റ്റ് വി ആർ അഡാപ്റ്റിംഗ് ടു ദിസ് സിസ്റ്റം, ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ആക്ച്വലി. ബിക്കോസ് ഈ ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് വരുന്നത് ഈ ലേറ്റസ്റ്റ് റിക്വയർമെൻറ്റ് കൊണ്ടായിരിക്കും വരുന്നത് ആക്ച്വലി. ഇഫ് വി ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ്, ആക്ച്വലി വി ആർ ഗോൺ. സോ ആർ യു ഫെമിലിയർ വിത്ത് ദിസ്? സോ വി ഹാവ് ടു ഫെമിലിയർ ഇൻ ദാറ്റ്. നമ്മളവിടെ ഫെമിലിയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓപ്പർച്യൂണിറ്റി ഇസ് ഗോൺ. So continuous learning or continuously being familiar with these tools is very important. So that is what personally I am doing. Also ടീമിൻ്റെ അടുത്താണ് പറയുന്നത്, get familiar with all the tools. ഇപ്പോൾ designers പറയുന്നത് get familiar with all the latest design trends happening. എന്തൊക്കെ ടൂൾസ് ഉണ്ട്, explore that, be familiar, try that. ഇപ്പം നമുക്ക് ആക്ച്വലി ഒരു ബഫർ ടൈം എന്തെങ്കിലും ഒരു പ്രോജക്റ്റിൽ നമുക്ക്, if there is a flexibility, try that tool, try that method. If it's working, we will try with other clients. Similarly, we are trying with the developers also. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഏതെങ്കിലും ഒരു, ഫോർ എക്സാമ്പിൾ കോഡ് വാലിഡേഷൻ ഓർ എന്തെങ്കിലും ഒരു പ്രോസസ്സിന് യു ക്യാൻ ടേക്ക് AI help ആക്ച്വലി, which will drastically cut down the time, delivery time ആക്ച്വലി. കാരണം ഇപ്പോൾ എല്ലാവരും നമ്മൾ യൂഷ്വലി ഒരു ടൈം ഡ്രോൺ ആയിട്ടാണ് നമ്മൾ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നത്. മാൻ അവേഴ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് പീരീഡൊക്കെ ഒരു ടൈം ഡ്രോൺ ആണ്. ബട്ട് നൗ ഇറ്റ്സ് ആക്ച്വലി ഹൗ ഫാസ്റ്റ് വി ക്യാൻ ഡെലിവർ ദ പ്രോജക്റ്റ്. ദാറ്റ്സ് എ കോർ ഓഫറിംഗ് എവരിവൺ ഈസ് ലുക്കിംഗ് ഫോർവേഡ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ലൈക്ക് യു ആർ സെയിങ്, നമ്മളിപ്പോൾ പണ്ടത്തെ കാലമല്ല, എനിക്ക് ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റും നമ്മൾ അങ്ങോട്ട് പറയാമല്ലോ. ഇവർ വന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെയാണ് വേണ്ടത്, ഇത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോൾ മെയിൻ ക്വസ്റ്റ്യൻ വരുന്നത്. സോ അത് തന്നെയാണ് ഇപ്പോൾ എവരിബഡി ലുക്സ് ഫോർ ദീസ് കൈൻഡ് ഓഫ് സൊല്യൂഷൻസ്. ഇപ്പോൾ ക്ലയൻറ്റ്സ് എല്ലാവരും അവെയർ ആണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പ്രൊഡക്റ്റ് കമ്പനീസ്, ദേ ആർ ആക്ച്വലി വെൽ അവെയർ ഓഫ് ഓൾ ദ ടൂൾസ് ആൻഡ് ടെക്നോളജീസ്. അവർക്ക് എന്ത് വേണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് എഞ്ചിനീയർ കാണും, അല്ലെങ്കിൽ ഒരു ചീഫ് CTO ഓർ ചീഫ് പ്രൊഡക്റ്റ് ഓഫീസർ, എല്ലാ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ട്. സോ ദേ ആർ ഓൾസോ കണ്ടിന്യൂസ്ലി റിസർച്ചിങ് ദീസ് ആക്ച്വലി, ഹൗ വെൽ ദി ക്യാൻ ഇംപ്രൂവ് ദ പ്രൊഡക്റ്റ് ആക്ച്വലി. അപ്പം ഞാനീ പറഞ്ഞത് ന്യൂ പ്രൊഡക്ട്സ് മാത്രമല്ല, എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിൻ്റെ സ്കെയിലപ്പ് ചെയ്യാനും ഇത് വേണം. സോ എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ റീവാമ്പ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ റീഡിസൈൻ ചെയ്യാനും വി നീഡ് ദീസ് കൈൻഡ് ഓഫ് ടെക്നോളജീസ്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് ദാറ്റ് ഇസ് ഓൾസോ അങ്ങനത്തെ പ്രോസസ് നമുക്ക് വരാറുണ്ട് ആക്ച്വലി. പ്രൊഡക്റ്റ് റീവാമ്പിങ്, പ്രൊഡക്റ്റ് റീസ്ട്രക്ചറിങ് ഒക്കെ നമുക്ക് വരാറുണ്ട് ആക്ച്വലി. അത് ഡിസൈൻ ആവാം, ഡെവലപ്മെൻറ്റ് ആവാം. അപ്പോൾ നൗ ആ ടൈമിൽ വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് ദീസ് ഓൾ ദി ടെക്നോളജീസ്. അതർവൈസ് ആക്ച്വലി വി വിൽ ലൂസ് ദ ഓപ്പർച്യൂണിറ്റി. സോ ദാറ്റ്സ് തിങ്. സോ വി ഹാവ് ടു ബി ഫെമിലിയർ വിത്ത് latest trends. അതിപ്പോൾ AI ആയിക്കോട്ടെ ഓർ എനി ന്യൂ ടൂൾസ് ടെക്നോളജീസ് that we have to be familiar, and we have to give adequate training for the team members. Then only we can sustain. So Sajan, on the same note, like adaptability കുറിച്ച് പറഞ്ഞു, കീപ്പിംഗ് ഓൺ ഇവോൾവിങ്, പുതിയ ട്രെൻഡ്സ് പഠിക്കുന്നത്, ടീമിനെയും ട്രെയിൻ ചെയ്യുന്ന കേസസ് എല്ലാം സാജൻ പറഞ്ഞു. അപ്പം ലെറ്റ് മീ ആസ്ക് യു, വാട്ട്സ് ദ നെക്സ്റ്റ് പ്ലാൻ? Expansion plans, or know what you see yourself in the next couple of years? So expansion plan എന്ന് പറഞ്ഞാൽ we are trying out different markets actually. So currently we have an operating office in Oman. So there we focus on Middle East market actually. So similarly we are looking for partners in various countries. അതായത് ഇപ്പം നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റലാണ് ആക്ച്വലി. വി ഹാവ് എ ഗുഡ് ടാലൻറ്റ് ഇൻ കേരള, ഓർ മേ ബി നമ്മൾ കേരളത്തിലായതുകൊണ്ട് കേരളത്തിനെ കുറിച്ച് തന്നെ പറയാം. സോ ഐ വോണ്ട് എക്സ്പ്ലോർ ദാറ്റ് ആക്ച്വലി. അതായത്
ഇപ്പോൾ നമ്മൾ ഈ MVP ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റിലാണ് നമ്മളൊരു നിഷ് സെഗ്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ അവർ ഫ്യൂച്ചർ പ്ലാൻ ഈസ് എക്സ്പാൻഡിങ് ടു മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് മൾട്ടിപ്പിൾ റീജിയൻസ്. ഇപ്പോൾ നമുക്ക് വി വോണ്ട് ടു സ്റ്റാർട്ട് പാർട്ട്ണർഷിപ്പ് ഓർ അസോസിയേറ്റഡ് ഓഫീസസ് ഇൻ US, UK, ലൈക്ക് കുറച്ചും കൂടെ എസ്റ്റാബ്ലിഷ് മാർക്കറ്റിൽ. ഓൾസോ വി വോണ്ട് ടു ട്രൈ ദ പോസിബിലിറ്റീസ് ഹിയർ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ആക്ച്വലി. അപ്പം നമുക്ക് നമ്മൾ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ, സോ വി ആർ ആക്ച്വലി എക്സ്പ്ലോറിങ് ദ പോസിബിലിറ്റീസ് ഇൻ ഇന്ത്യയിൽ നമുക്ക് ഹൗ വി ക്യാൻ ലൈക്ക് പൊസിഷൻ ആസ് എ യൂണീക്ക് കമ്പനി ഇൻ MVP ഡിസൈൻ ഡെവലപ്മെൻറ്റ് ആക്ച്വലി. സോ റീസെൻ്റ്ലി നമ്മൾ കുറേ ഇന്ത്യൻ IT എക്സ്പോസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ആർ കോൺസ്റ്റൻ്റ്ലി എക്സ്പ്ലോറിങ് ദ ഓപ്പർച്യൂണിറ്റീസ്. ഓൾസോ ഫ്യൂച്ചർ പ്ലാൻ ഈസ് ടു ബിൽഡ് എ ടാലൻറ്റ് കമ്മ്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഡിസൈൻ കമ്മ്യൂണിറ്റി, ഒരു ഡിസൈൻ ഡ്രിവൺ കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യുക, ആക്ച്വലി ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക, സോ ദാറ്റ് വി ക്യാൻ അട്രാക്ട് മോർ ടാലൻറ്റ്സ് ആക്ച്വലി ടു ദിസ് സ്റ്റേറ്റ്. ഓക്കെ, ഇപ്പം ബിക്കോസ് അവർ ഹ്യൂമൻ ക്യാപിറ്റൽ ഇസ് ഇംപ്രൂവിങ്, ഫെസിലിറ്റീസ് ആർ ഇംപ്രൂവിങ് ആക്ച്വലി, ആൻഡ് വി ആർ വൺ ഓഫ് ദ ഫാസ്റ്റ് ഗ്രോയിങ് cities ഫ്രം ഇന്ത്യ. സോ മോർ ടാലൻസിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുക, മോർ ഓപ്പർച്യൂണിറ്റീസിനെ പ്രൊവൈഡ് ചെയ്യുക. ഓൾസോ ഇവിടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഒരു സമയത്തുള്ള ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മെട്രോസിലോട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പം ബിക്കോസ് ഇവിടെ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് ഡിസൈൻ അക്കാഡമീസ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ആ ഒരു ലൈക്ക് ഇൻ ദ ലാസ്റ്റ് ലൈക്ക് കപ്പിൾ ഓഫ് ഇയേഴ്സ് ബാക്ക് കുറേ ആൾക്കാർ മെട്രോസിലോട്ട് പോയി അവിടെ ഒരു അക്കാഡമി ഐഡൻറ്റിഫൈ ചെയ്തു, അവിടെ സ്റ്റഡി ചെയ്ത് അവിടെ ജോബ് നോക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി, വിച്ച് ഇസ് ഗുഡ്. കാരണം നമ്മളൊരു ടൈർ 2 സിറ്റിയാണ്. സോ ദർ ആർ ഗുഡ് പോസിബിലിറ്റീസ് ഇൻ അതർ സിറ്റീസ്. ബട്ട് ഇവിടെ ഒരു എക്കോസിസ്റ്റം ബിൽഡായി കഴിഞ്ഞാൽ ഇവിടുത്തെ ഓവറോൾ ഇൻഡസ്ട്രി ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ ദർ ഇസ് എ ഗുഡ് എമൗണ്ട് ഓഫ് പീപ്പിൾ വിൽ ബി കമ്മിങ് ടു അവർ സ്റ്റേറ്റ്. അപ്പോൾ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് വി ആർ എക്സ്പ്ലോറിങ്. അപ്പം ഞങ്ങൾക്ക് അത് ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ. സോ വാട്ട് വി ആർ ഡൂയിങ് ആക്ച്വലി, വി ആർ അസോസിയേറ്റിംഗ് വിത്ത് മ്യൂലോൺ. ദർ ഇസ് എ കമ്മ്യൂണിറ്റി കമ്മിങ് അണ്ടർ GTech. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. നമ്മൾ അവിടെ പോയി UI UX വർക്ക്ഷോപ്സ് എടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്. ഓൾസോ വി ആർ കണ്ടക്ടിങ് IVs ടു അവർ ഓഫീസ്. സ്റ്റുഡൻസിന് നമ്മൾ ഓഫീസിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് വി ആർ ടെല്ലിങ് ദം, എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ UI UX തിങ്, ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. സോ വി വോണ്ട് ടു മേക്ക് ഇറ്റ് we want to expand it actually. We want to maybe we have to do it across Kerala. So that is one of the future plan. നമ്മളൊരു റവന്യൂ ഗ്രോത്തിനെക്കാളും നമ്മൾ കുറച്ചും കൂടി എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാനാണ് നോക്കുന്നത് ആക്ച്വലി. ബിക്കോസ് വൺസ് ദ എക്കോസിസ്റ്റം ഈസ് സ്ട്രോങ്, ദ റവന്യൂ വിൽ കം എന്തായിട്ട്. നമ്മൾ ഈ സക്സസ്സിന് പുറകെ പോകാതെ എക്സലൻസിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഓക്കെ ദർ വിൽ ബി സം സക്സസ് അറ്റ് പോയിന്റ്. അപ്പോൾ സോ നൗ വാട്ട് വി ആർ ഡൂയിങ് ഈസ് ആക്ച്വലി വി ആർ ട്രൈങ് ടു ബിൽഡ് എക്കോസിസ്റ്റം. ഇപ്പം നമുക്ക് റവന്യൂ മോഡൽ മനസ്സിലായിട്ടുണ്ട്. ദർ ഇസ് എ റവന്യൂ. നമുക്കിപ്പോൾ എക്കോസിസ്റ്റമാണ് വേണ്ട ആക്ച്വലി. സോ വി നീഡ് മോർ ടാലൻസ്. അത് നമുക്ക് യൂസ്ഫുള്ളാണ്, വേറെ ഇൻഡസ്ട്രിക്കും അത് യൂസ്ഫുള്ളാണ്. സോ ദാറ്റ്സ് എ ഫ്യൂച്ചർ തിങ്. എക്കോസിസ്റ്റം ഇസ് വൺ ഓഫ് ദ ഫ്യൂച്ചർ പ്ലാൻസ് വി ഹാവ്. ആ ഒരു കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്യുക. കാരണം ഇപ്പോൾ എല്ലാവർക്കും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. AI വന്നു, ജോബ്സ് പോകുന്നു, എന്താണ് വേ ഫോർവേഡൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. ബട്ട് ഇഫ് യു ക്യാൻ ബിൽഡ് ദ എക്കോസിസ്റ്റം, ദാറ്റ്സ് എ ഗുഡ് തിങ് ഫോർ ദി ഇൻഡസ്ട്രി. ദാറ്റ് ഇസ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർവേഡ്. Got it. But Sajan, like you mentioned, you have a very clear picture in your mind what you want in the next couple of years. Nalada, you have a picture. So definitely I wish you all the good luck. And ഇനിയും കുറേ പ്രൊഡക്ട്സിനെയും സർവീസസിനെയും ലോഞ്ച് ചെയ്യാനും അവരുടെ ആ ഒരു സക്സസ് ടാർഗറ്റിൽ എത്തിക്കാനും നെക്സ്റ്റ് ജെനിക് സൊല്യൂഷൻസിന് കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് മീ ഓൺ കോൺവെർസേഷൻ ടുഡേ. താങ്ക് യു സോ മച്ച്. Thank you, Parvati, for the opportunity. It was a great conversation. Looking forward to many more podcasts from your side. Thank you so much.